ഹായ്, ഞാൻ സെയ്ദ് CJ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊരു എക്സലൻ്റ് അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു നല്ല അക്കൗണ്ട്സ് മാനേജറായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധാരാളം സ്കിൽ സെറ്റ് നമുക്ക് ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്കൊരു കമ്പനി പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നല്ല അക്കൗണ്ട്സ് മാനേജറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു നല്ലൊരു അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു കമ്പനിയെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് അപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തെല്ലാം ക്വാളിറ്റീസാണ് ഒരു നല്ലൊരു അക്കൗണ്ട്സ് മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വാളിറ്റി ഹോണസ്റ്റി ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ്സിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സത്യസന്ധരായിരിക്കണം, മാത്രമല്ല നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ മാറുകയും വേണം. അപ്പോൾ ഇന്നൊരു കമ്പനിയിൽ നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം നോക്കുന്ന കാര്യം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എത്രമാത്രം പോസിറ്റീവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സത്യസന്ധരായിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് ബിസിനസ്സിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും ധാരാളം കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇന്ന്. അപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ, ധാരാളം കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്, അത്തരം ബിസിനസ്സിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് നമുക്ക് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഈ പ്രശ്നങ്ങളിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താൻ നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് അപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മളെ ടീമിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുവന്നുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് അവരെയൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് കമ്പനി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്, ഒരു നല്ലൊരു അക്കൗണ്ട്സ് മാനേജറായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് സബ്ജക്റ്റ് നോളജ് വേണം എന്നുള്ളതാണ്. പല സബ്ജക്റ്റുകളിൽ നമുക്ക് ഡീപ്പ് നോളജ് വേണം. പ്രത്യേകിച്ച് നമുക്ക് അക്കൗണ്ട്സ് ആണെങ്കിലും ടാക്സേഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെങ്കിലും, അതുപോലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണെങ്കിലും, മാനേജ്മെൻറ്റ് ടോപ്പിക്കിലും, ഇതിലെല്ലാം നമുക്ക് ഡീപ്പ് സബ്ജക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്പനിയെ അടുത്ത ലെവലിലേക്ക് നമുക്ക് അപ്പ് ചെയ്തെടുത്തുകൊണ്ട് വളരെ പ്രോപ്പറായിട്ട് ആ കമ്പനിയെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ആ അക്കൗണ്ട്സിനെയും ഫിനാൻസിനെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്, ഒരു അക്കൗണ്ട്സ് മാനേജർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്കറിയാം, എക്സ്പീരിയൻസ് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് ബൈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് എടുക്കാം. ഏതെങ്കിലും ഒരു സീനിയർ പ്രൊഫഷണലിൻ്റെ കീഴിൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട്, നമുക്കൊരു ഫിനാൻസ് മാനേജറിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു CFOയുടെ കീഴിലോ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് എടുക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിലൂടെയും നമുക്ക് എക്സ്പീരിയൻസ് എടുക്കാം. ഇന്ന് നല്ല നല്ല ട്രെയിനിങ് കിട്ടുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഇന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുള്ള നല്ല എക്സ്പേർട്സിൻ്റെ എക്സ്ക്ലൂസീവ് ട്രെയിനിങ് നിങ്ങൾ എപ്പോഴാണ് എടുക്കുന്നത്, ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കമ്പനിയുടെയും അക്കൗണ്ട്സ് മാനേജർ പോസ്റ്റിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ആയിരിക്കും അവർ മെഷർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെ നമ്മൾക്ക് എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് കമ്പനിയിൽ ഇൻ്റർവ്യൂവിൽ പാസ്സായിക്കൊണ്ട് കമ്പനിയുടെ അക്കൗണ്ട്സ് മാനേജർ പോസ്റ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഹൈലി കോൺഫിഡൻസ് ഉള്ളൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. നമ്മളെ കോൺഫിഡൻസ് എപ്പോഴും ഹൈ പൊസിഷനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മളെ കോൺഫിഡൻസ് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ, ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇമോഷണൽ അപ്സെറ്റ് വരികയാണെങ്കിൽ അത് നമ്മളെ വർക്കിനെ ബാധിക്കാൻ പാടില്ല. പേഴ്സണൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ഡള്ളാവും. അത്തരം ഇമോഷണലി ഡള്ളാവുന്ന സമയത്ത് അത് നമ്മളെ ബാധിക്കും. ഒരു അക്കൗണ്ട്സ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാത്രം നോക്കി വർക്ക് ചെയ്താൽ പോരാ. കാരണം നമുക്ക് കീഴിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. ധാരാളം അക്കൗണ്ടന്റ്മാരും അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്സും ഒക്കെ നമ്മളെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരെ വർക്കിനെ അത് ബാധിക്കും, അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡിനെ അത് ബാധിക്കും, ടോട്ടലി ബിസിനസ്സിൻ്റെ വർക്കിനെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അത് ബിസിനസ്സിനെ ടോട്ടലി ബാധിക്കും എന്നുള്ളതാണ്. സോ എല്ലാ സമയത്തും നമ്മൾ എനർജി ലെവല് വളരെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, എനർജി ലെവൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി പോസിറ്റീവ് എനർജി നിലനിർത്താൻ നമ്മൾ എപ്പോഴും തയ്യാറായാൽ മാത്രമേ നമ്മളെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് എപ്പോഴും അപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മളെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അവരുടെ റിസൾട്ടിനെ മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കമ്പനി അടുത്ത ലെവലിലേക്ക് അപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു അക്കൗണ്ട്സ് മാനേജർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്ത ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്.
നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ടീം കൃത്യമായിട്ടും അത് അനുസരിക്കണം. അവരെ നമുക്ക് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റണം. ഒരു അക്കൗണ്ട്സ് മാനേജറുടെ കീഴിൽ ധാരാളം അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്മാരുണ്ടാവും, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്മാരുണ്ടാവും, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, ധാരാളം ട്രെയിനീസ് ഉണ്ടാവും. ഇവരെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരത് അനുസരിക്കണം. അതനുസരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കപ്പാസിറ്റിയാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്തരം ലീഡർഷിപ്പ് സ്കില്ല് നമ്മൾ നല്ല പോലെ നമ്മളെ ലൈഫിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമ്മളെ ടീമിനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ലീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നാം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും അനുസരിക്കാൻ നമ്മളെ ടീമിൻ്റെ ഒരു പോർഷൻ തയ്യാറാവാതിരിക്കുക, അല്ലെങ്കിൽ ഹോൾ ടീം തയ്യാറാവാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വർക്കിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. വർക്കിനെ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് അപ്പ് ചെയ്യാൻ പറ്റാതിരിക്കും. അതുകൊണ്ടൊരു അക്കൗണ്ട്സ് മാനേജർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്ത ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പാസിറ്റിയാണ് നെഗോസിയേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെഗോസിയേഷൻ സ്കില്ല് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ്. അപ്പോൾ എന്താണ് ഈ നെഗോസിയേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെഗോസിയേഷനും ബാർഗെയിനിങ്ങും രണ്ടാണ്. നെഗോസിയേഷൻ സ്കില്ല് നമുക്ക് നല്ലപോലെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ബാർഗെയിനിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പ്രോഡക്റ്റ് വില കുറച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെയാണ് നോർമൽ കേസിൽ നമ്മൾ ബാർഗെയിനിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 1 lakh rupees കോസ്റ്റ് വരുന്നൊരു പ്രോഡക്റ്റ് നമുക്ക് 95,000 അല്ലെങ്കിൽ 90,000 നമുക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമുക്കുള്ള സ്കിൽ എന്ന് പറഞ്ഞാൽ ബാർഗെയിനിങ് സ്കില്ലാണ്. ആ സ്കില്ല് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു സ്കില്ലാണ് നെഗോസിയേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നെഗോസിയേഷൻ സ്കില്ല് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മളെ പർച്ചേസിലായിരിക്കും. പ്രത്യേകിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിലും, അത്തരം സെഷനിൽ ഏറ്റവും കൂടുതൽ അവർ പാലിക്കേണ്ട അല്ലെങ്കിൽ അവർക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് നെഗോസിയേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെഗോസിയേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മളെ ബിസിനസ്സിൽ നമ്മളൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു 2 CRൻ്റെയോ 5 CRൻ്റെയോ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ആ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് പല രീതിയിലേക്ക് നമുക്കത് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ചെക്ക് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് സെറ്റിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ EMI ആയിട്ടോ അല്ലെങ്കിൽ 3-4 വളരെ ചെറിയ ഗഡുക്കളായിട്ട് നമുക്ക് അവർ കുറച്ച് തരികയാണെങ്കിൽ, അങ്ങനെ നമുക്ക് കുറപ്പിക്കാൻ പേയ്മെൻറ്റിനെ പല സ്റ്റെപ്പുകളായിട്ട് അവർക്ക് നമ്മൾക്ക് കൊടുക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എപ്പോഴാണോ ഒരു സപ്ലയർ എടുത്ത് നമുക്ക് പറ്റുന്നത്, അങ്ങനെ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ നെഗോസിയേഷൻ സ്കില്ല് നമ്മൾക്ക് നല്ല പോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഫണ്ടിനെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും, നമ്മളെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുവാനും, നമ്മളെ ബിസിനസ്സിൻ്റെ ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക് കമ്പനി എത്തിക്കാനൊക്കെ പറ്റുകയുള്ളൂ. സോ ഒരു അക്കൗണ്ട്സ് മാനേജർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട സ്കില്ലാണ് നെഗോസിയേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് ഇൻഡസ്ട്രിയൽ സ്പെസിഫിക് നോളജ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ഡീപ്പ് നോളജ് ഉണ്ടാവണം. ഓരോ ബിസിനസ്സും നമ്മളിപ്പോൾ പല ടൈപ്പ് ഓഫ് ബിസിനസ്സുകളെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുക. ചില ബിസിനസ്സുകൾ ട്രേഡിംഗ് ബിസിനസ് ആയിരിക്കും, മറ്റ് ചിലത് സർവീസ് ആയിരിക്കും, മറ്റ് ചിലത് മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കും. പല ടൈപ്പ് ഓഫ് ബിസിനസ്സുകളെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. പക്ഷേ ഓരോ ബിസിനസ്സിൻ്റെയും അക്കൗണ്ട്സും ഓരോ ബിസിനസ്സിൻ്റെയും ടാക്സേഷൻ സിസ്റ്റവും എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ബിസിനസ്സിനെ കുറിച്ചും പല ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് നാളെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ഡീപ്പ് നോളജ് ഉണ്ടാവണം. അപ്പോൾ ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കമ്പനിയെ പ്രോപ്പറായിക്കൊണ്ട് മനസ്സിലാക്കിയെടുക്കാനും, ഒരു കമ്പനിയുടെ കാര്യങ്ങളെ കൃത്യമായിട്ടും അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും, അവിടുത്തെ അക്കൗണ്ട്സ് ആവട്ടെ, ടാക്സ് ആവട്ടെ, ഫിനാൻസ് റിലേറ്റഡായ മാറ്റേഴ്സ് ആവട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്കിൽ സെറ്റുള്ള ഒരു പ്രൊഫഷണലായി നിങ്ങൾക്ക് മാറാൻ പറ്റുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അക്കൗണ്ട്സ് മാനേജർ ആവാൻ പറ്റുക എന്നുള്ളതാണ്. നല്ലൊരു അക്കൗണ്ട്സ് മാനേജർ ആവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടാസ്ക് ബിസിനസ് ലേണിംഗ് എന്ന് പറയുന്ന നമ്മളെ കമ്പനി നടത്തുന്ന 5 മാസം നീണ്ടു നിൽക്കുന്ന അക്കൗണ്ട്സ് മാനേജറുടെ ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും കമ്പനി സെക്രട്ടറിമാരും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടന്റ്മാർ, അഡ്വക്കേറ്റ്സ്, ഹൈലി ക്വാളിഫൈഡ് ആയ മറ്റു പ്രൊഫഷണൽസ് എല്ലാം കൂടുന്ന ഒരു വലിയ റിസർച്ച് ആൻഡ് ഫാക്കൾട്ടി വിങ് ആണ് ശരിക്കും ഈ നമ്മുടെ അക്കൗണ്ട്സ് മാനേജർ കോഴ്സിൽ ട്രെയിനിങ് തരുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനി പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നല്ലൊരു അക്കൗണ്ട്സ് മാനേജറായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൽ പോയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണലായിട്ട് ഭാവിയിൽ മാറാം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.